Hello everyone, welcome back to Xylem Learning. It's me, Jamshad. മക്കളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കൊരു ചാപ്റ്റർ ഉണ്ടല്ലോ, നമ്മുടെ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിന്റെ ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഗോലു ഗ്രോസ് എ നോസ്. ഗോലു ഗ്രോസ് എ നോസ്. നമ്മുടെ ഗോലു എന്ന് പറഞ്ഞൊരു എലിഫന്റ് ആണ് അല്ലേ. ഈ ഒരു ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് എക്സസൈസും അതിന്റെ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യാൻ പോവാണ്. സെറ്റ് ആണല്ലോ, പവർ ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. Whom does ഗോലു ആസ്ക്? ആരോടാണ് ഗോലു ചോദിച്ചത്? Why don't you ever fly like other bird? അല്ലടോ, ഈ എന്താ മറ്റു ബേർഡ്സിനെ പോലെ പറക്കാത്തത്? നീ ഒരു ബേർഡല്ലേ, മറ്റു ബേർഡുകളെ പോലെ നീ എന്താ പറക്കാത്തത്? ഇത് ആരോടാ ചോദിച്ചേ? പറഞ്ഞോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാകും. ഡെഫിനറ്റ്ലി ഹിസ് ടോൾ ഓൺ ദ ഓസ്ട്രിച്ച്. അവൻ്റെ ആൻറ്റി ആയിട്ടുള്ള ടോൾ ആയിട്ടുള്ള ഓസ്ട്രിച്ച് അല്ലേ. ലോകത്ത് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള എഗ് ഉള്ളത് ഓസ്ട്രിച്ചിനാന്ന് തോന്നുന്നുണ്ട്. യെസ്, ഐ തിങ്ക്. ഓക്കെ, ഏതായാലും ഓസ്ട്രിച്ചിനാണ് അത്ര വലിയ ബേർഡായിട്ടും പറക്കാനുള്ള ശക്തിയില്ല, കഴിവില്ലാത്തത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈ ഡോണ്ട് യു എവർ ഫ്ലൈ ലൈക്ക് അതർ ബേർഡ്സ്? മറ്റു ബേർഡുകളെ പോലെ നീ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്ന് ചോദിച്ചത് ആരോടാണ്? സ്വന്തം ആൻറ്റിയോടാണ്. വിച്ച് അങ്കിൾ ഓഫ് ഗോലു ഹാഡ് റെഡ് ഐസ്? നല്ല ചുവന്ന കണ്ണുള്ള റെഡ് ഐസ് ഉള്ള അങ്കിൾ ആരായിരുന്നു? നമ്മുടെ ഗോലുവിന്റെ അങ്കിൾ ആരായിരുന്നു? ഗോലുവിന്റെ അങ്കിൾ ഹിസ് ഹിപ്പോപ്പൊട്ടാമസ്. കണ്ടില്ലേ, നല്ല ചുവന്ന കണ്ണുകളായിരിക്കും നമ്മളെ അങ്കിൾ. യെസ്, ചാപ്റ്ററിലുണ്ട്. Next one, Golu's relatives did not answer his questions because ഗോലുവിന്റെ റിലേറ്റീവ്സ് കുറേ റിലേറ്റീവ്സ് ഉണ്ട്, അവരാരും അവന്റെ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞില്ല. വൈ? ഓപ്ഷൻസ് ഉണ്ട് ഗൈസ്, ഓപ്ഷൻസ് ഉണ്ട്, 3 ഓപ്ഷൻസ് ഉണ്ട്. They were shy. അവർ ഭയങ്കര ഷൈ ആയിരുന്നു, നാണക്കാരായിരുന്നു. The questions were too difficult. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു, എക്സാമിനൊക്കെ ഉണ്ടാകുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗോലു വാസ് നോട്ടി ബോയ്. ഗോലു ഭയങ്കര ഒരു വികൃതി പയ്യനായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ആൻസർ പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഗസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ ആൻസർ നോക്കാൻ പാടുള്ളൂ. സെറ്റാക്കാം. യെസ്, നമുക്ക് നോക്കാം. The question were too difficult. ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഗോലു ചോദിച്ചത്, എക്സാമിനൊക്കെ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്ന ഒരു കാര്യം പറയാനുണ്ട്. ഈ ചാനൽ നമ്മൾ എന്താക്കുക, സബ്സ്ക്രൈബ് ചെയ്തത്. കാരണം ഇനി വരുന്ന ധാരാളം വീഡിയോസ് നിങ്ങളുടെ മറ്റ് സബ്ജക്റ്റ് ഓറിയൻറ്റഡോ ഇംഗ്ലീഷ് ഓറിയൻറ്റഡ് ആയിട്ട് ധാരാളം വീഡിയോസ് വരുന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സെറ്റാക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹു അഡ്വൈസ്ഡ് ഗോലു ടു ഗോ ടു ദ ലിംപോംപോ റിവറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ആരാണ് ഉപദേശിച്ചത്? നമ്മുടെ ഗോലുവിനോട് പറഞ്ഞു, എടാ നീ ലിംപോംപോ റിവറിലേക്ക് ഒന്ന് പോയി നോക്കൂ എന്ന് പറഞ്ഞത് ആരാ? Yes, this is the answer. The myna bird advised Golu to go to the Limpopo river. നീ ലിംപോംപോ റിവറിലേക്ക് ഒന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞത് അഡ്വൈസ് ചെയ്തത് ആരാണ്? നമ്മുടെ മൈനക്കുട്ടിയാണ്, മൈന ബേർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did Golu go to the river? ഈ ചെങ്ങ എന്തിനാ റിവറിലേക്ക് പോയത്? ഗോലു എന്നാത്തിനാണ് നമ്മുടെ റിവറിലേക്ക് പോയത് എന്നുള്ളതാണ്. അഡ്വൈസ് ചെയ്ത മൈനയാണ്. എന്തിനാ പോയത്? ആരെ കാണാനാ? യെസ്, he went to the river to meet the crocodile. നമ്മുടെ മുതലച്ചാരെ കാണാനാണ്, ക്രോക്കഡൈലിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത്. മുതലിനെ കാണാനോ? എന്തിനാ പോയത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, യെസ്, ദ ക്രോക്കഡൈൽ ലേ ഓൺ ദ ബാങ്ക് ഓഫ് ദ ലിംപോംപോ റിവർ. ഗോലു തോട്ട് ഇറ്റ് വാസ്. ഈ മുതല പോയി നോക്കുന്ന സമയത്ത് റിവറിന്റെ പുറത്ത്, റിവറിൽ നമ്മുടെ ഗോലു എലിഫന്റ് പോയി നോക്കുന്ന സമയത്ത് അവിടെ ആരുണ്ട്? അവിടെ ലിംപോംപോ റിവറിൽ ഒരു സാധനം കിടക്കുന്നുണ്ട്, ക്രോക്കഡൈൽ കിടക്കുന്നുണ്ട്. ക്രോക്കഡൈൽ പിന്നെ പുഴൻ്റെ മുകളിൽ, മീൻസ് ആക്ച്വലി ഏറ്റവും സർഫസിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ എ ലിവിങ് ക്രോക്കഡൈൽ ആണെന്നാണോ കരുതിയത്? ജീവനുള്ള ക്രോക്കഡൈൽ. എ ഡെഡ് ക്രോക്കഡൈൽ ആണെന്നാണോ കരുതിയത്? മരിച്ച ക്രോക്കഡൈൽ. അല്ലെങ്കിൽ ലോങ് ഓഫ് വുഡ്, അല്ലെങ്കിൽ ഒരു മരത്തടി ആണെന്നാണോ കരുതിയിരുന്നത്? ആൻസർ, ഗസ് ദ ആൻസർ. ഫസ്റ്റ് 1 ആണോ 2 ആണോ 3 ആണോ എന്നുള്ളത് ഗസ് ചെയ്യുക. എക്സാക്ട് ആൻസറിലേക്ക് പോവാണ്. യെസ്, അതൊരു മരത്തടിയാണെന്നാണ് നമ്മുടെ പാവം ഗോലു കണക്കാക്കിയിരുന്നത്. ഗോലു ചിന്തിച്ചത് ഒരു മരത്തടിയാണെന്നാണ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടില്ലല്ലോ, സെറ്റാക്കാം. യെസ്, ഇതുപോലെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവിടെ ബെല്ലൈക്കണം ഇനേബിൾ ചെയ്തിടുക. യെസ്, ഓക്കെ. വാട്ട് ഡിഡ് ദ ക്രോക്കഡൈൽ ഡു ടു ഷോ ദാറ്റ് ഇറ്റ് വാസ് എ റിയൽ ക്രോക്കഡൈൽ? ഇതൊരു ശരിക്കും റിയൽ ക്രോക്കഡൈൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ആ ക്രോക്കഡൈൽ എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താ ചെയ്തത്? Yes. The crocodile shed his crocodile tears to show that it was a real crocodile. കണ്ണുനീരൊഴിക്കില്ലേ, മുതലക്കണ്ണീരൊക്കെ പറയാറില്ലേ, കണ്ണുനീരൊഴുക്കി. മുതല എന്താക്കി? കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുക്കി. എന്തിനാ? ഞാനൊരു വുഡൊന്നുമല്ല, നീ എന്നെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തു, ഐ ആം എ റിയൽ ക്രോക്കഡൈൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ചെക്കൻ ചെയ്ത പരിപാടിയാണ്, നമ്മൾ ക്രോക്കഡൈൽ ചെയ്ത പരിപാടിയാണ്. കണ്ണുനീരൊഴുക്കി, റിയൽ ക്രോക്കഡൈൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണീരൊഴുക്കി. ഏതായാലും മരത്തുനിന്ന് കണ്ണുനീരൊഴുകില്ലല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കം ഹിയർ ലിറ്റിൽ വൺ. മോനെ, and I will whisper the answer to you. And ആ ക്വസ്റ്റ്യൻ ഒക്കെ ഞാൻ ആൻസർ പറഞ്ഞു തരാം. The crocodile said this because ഈ ക്രോക്കഡൈൽ അവനോട് ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ആൻസർ പറഞ്ഞു തരാം. ഞാൻ എന്നെ മന്ത്രിച്ച് തരാം, വിസ്പർ ചെയ്ത് തരാം, എൻ്റെ ചെവിയിൽ പറഞ്ഞു തരാം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരുന്നു? He couldn't stand up
നമ്മുടെ ക്രോക്കഡൈലിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണോ? ഹി വാണ്ടഡ് ടു ഈറ്റ് ഗോലു. ഗോലുവിനെ തിന്നാൻ വേണ്ടിയിട്ടാണോ? ഗോലു വാസ് ഡെഫ്. ഗോലു ചെവിയൊന്നും കേൾക്കാത്തൊരു പൊട്ടനാണ്. അപ്പോൾ അവനോട് കുറച്ചുകൂടി കുറച്ചുകൂടി അടുത്തെന്ന് പറഞ്ഞാലേ കേൾക്കുള്ളൂ. അതുകൊണ്ടാണോ? എന്താണ് കാരണം? നിങ്ങൾക്കറിയാം, പറയൂ. യെസ്, ഗസ് ചെയ്തോളൂ. യെസ്, ഹി വാണ്ട് ടു ഈറ്റ് ഗോലു. ഈ ക്രോക്കഡൈൽ ആൾ കൊള്ളാം അല്ലേ? അവന് ഗോലുവിനെ തിന്നാൻ വേണ്ടിയിട്ടാണ്. ഏത് ഐഡിയ. നെക്സ്റ്റ് വൺ. ഓക്കെ, ഹൂ ഹെൽപ്ഡ് ഗോലു ഓൺ ദ ബാങ്ക് ഓഫ് റിവർ? ബാങ്ക് ഓഫ് റിവർ, പുഴത്തീരത്ത് ഗോലു ഒരു ട്രാപ്പിലകപ്പെട്ടു നമ്മുടെ ക്രോക്കഡൈലിൻ്റെ. അവിടെ നിന്ന് ഗോലുവെ സഹായിച്ച ആളാരാണ്? ഹൂ ഹെൽപ്ഡ്. ആരാണ് നമ്മുടെ ഗോലുവിനെ സഹായിച്ചത്? നമുക്ക് നോക്കാം. യെസ്, ദ പൈത്തൺ ഹെൽപ്പ് ഗോലു ഓൺ ദ ബാങ്ക് ഓഫ് റിവർ. നമ്മുടെ പൈത്തണാണ് നമ്മൾ എന്താക്കിയത്? ഗോലുവിനെ എന്താക്കിയത്? നമ്മളെ പൈത്തണിൻ്റെ ചിത്രം വരയ്ക്കണം. ഓക്കെ, നമ്മളെ പൈത്തണാണ് ഇതാട്ടോ, നാവാണ്. പൈത്തണാണ്. ചിത്രം റെഡി ആയില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ പൈത്തണാണ് നമ്മുടെ എന്താക്കിയത്? ഗോലുവിനെ അവിടെ നിന്ന് രക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടെക്സ്റ്റിൽ അതിൻ്റെ എക്സാക്ട് പിക്ചറൊക്കെ ഉണ്ട്, നോക്കിയാൽ നല്ല അടിപൊളി സാധനമാണ്. നെക്സ്റ്റ് വൺ, അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ അടിപൊളിയാണ്. അതുകൊണ്ട് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത്. ഐ ഹോപ്പ് സോ. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യെസ്, നമുക്ക് നോക്കാം. നെയിം 2 things the elephant can do with his trunk. നമ്മുടെ ഗോലുവിൻ്റെ അല്ലെങ്കിൽ എലിഫൻറ്റിൻ്റെ ട്രങ്ക് കൊണ്ട്, തുമ്പിക്കൈ കൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ എഴുതുക. യെസ് ആൻഡ് 2 he cannot ചെയ്യാൻ പറ്റാത്ത 2 കാര്യങ്ങൾ ഗസ് ചെയ്ത് നോക്കി. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല. യെസ്, ജസ്റ്റ് ഞാൻ സപ്പോസ് ആൻസർ അറിയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ആൻസർ എഴുതുക. നോക്കാം. ഓക്കെ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങളാണ്. ദ എലിഫന്റ് ക്യാൻ കീപ് എവേ ഫ്ലൈസ്. ഈച്ചകളും പ്രാണികളൊക്കെ വരുന്ന സമയത്ത് അതിനെയൊക്കെ ആട്ടി അകറ്റാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നടക്കും. ആൻഡ് ഹി ക്യാൻ പുൾ അപ്പ് തിങ്സ് ഫ്രം ബിലോ ആൻഡ് ടേക്ക് ഇറ്റ് ടു ഹിസ് മൗത്ത്. താഴെയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് എന്താക്കാൻ പറ്റും? വായിലേക്ക് ഇടാൻ പറ്റും. വേറെയും കാര്യങ്ങളുണ്ട്. നമുക്കൊരു എന്താ പറയുക, മറ്റേ ഇതില്ലേ, മോട്ടോർ പമ്പ് പോലെ വെള്ളമൊക്കെ എന്താക്കാൻ പറ്റും? ഇങ്ങനെ സ്റ്റോർ ചെയ്തിട്ട് ഇങ്ങനെ ചീറ്റാനൊക്കെ പറ്റും അല്ലേ? ഏതായാലും 2 കാര്യം നമ്മൾ പറഞ്ഞു. ഒരു തേങ്ങയൊക്കെ എടുത്തിട്ട് എന്താക്കാൻ പറ്റും? തിന്നാനൊക്കെ പറ്റും. അല്ലെങ്കിൽ പഴമൊക്കെ എടുത്തിട്ട് തിന്നാനൊക്കെ പറ്റും. ഓക്കെ, ഒരു സാധനം എടുത്തിട്ട് വായിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. പറ്റാത്ത 2 കാര്യങ്ങൾ. ഹി കാണ്ട് യൂസ് ഇറ്റ് ആസ് എ ലെഗ്. കാലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? നോ. ഹി കനോട്ട് യൂസ് ഇറ്റ് ടു സ്ക്രാച്ച് ഹിംസെൽഫ്. ചൊറിയാൻ പറ്റുമോ തുമ്പിക്കൈ കൊണ്ട്? ഇല്ല. ഈച്ചകളൊക്കെ വന്നാലിങ്ങനെ ഓടിക്കാന്നല്ലാതെ ഇതുകൊണ്ട് നമുക്കൊക്കെ ചൊറിയുന്നത് പോലെ ചൊറിയാൻ പറ്റുമോ? നടക്കില്ല ഗൈസ്. ഓക്കെ, ഇതൊക്കെയാണ് ആൻസേഴ്സ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നത് മാത്രമല്ല, നമ്മുടെ 7ാം ക്ലാസ്സിലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, സോ അവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അതുകൊണ്ട് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും പഠിക്കട്ടെ, സെറ്റാവട്ടെ, പവറാവട്ടെ. യെസ്, മാത്രമല്ല നിങ്ങൾക്ക് ഇതുപോലെ ഏത് ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഏത് ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ആയിട്ട് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളതും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എത്രത്തോളം യൂസ്ഫുൾ ആയെന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ വരുന്ന നമ്മളൊരു വീഡിയോയുടെ നോട്ടിഫിക്കേഷനും ലൈവ് സെഷൻ ഉണ്ടാകുന്ന സമയത്ത് ലൈവിൻ്റെ ഫ്രീ നോട്ട്സും കിട്ടാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്യുക. ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. അതിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നോട്ട്സും അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ലൈവ് വീഡിയോസിൻ്റെ ഒക്കെ, അതുപോലെ തന്നെ നമ്മുടെ എക്സാഡ് ഒക്കെ യൂട്യൂബിൽ വരുന്ന വീഡിയോസിൻ്റെ ഒക്കെ ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ലെറ്റ്സ് സീ another video with another session. Don't forget to comment about the video and what you want in next video. Let's see another video with another session. Until then, it's a bye. Thank you.